രമേശ് പൊയ്ക്കോളൂ. ബിന്ദു രമേശിന്റെ കുഞ്ഞു തന്നെയാണ്. പക്ഷേ നിങ്ങൾ അവളെ കാണണ്ട. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കൂ സ്മൃതി. ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചിട്ട് ക്ഷമ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. വേദനിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനെന്ന് എന്നോട് അല്പമെങ്കിലും സഹതാപം കാണിച്ചുകൂടെ? രമേശ് സഹതാപം അർഹിക്കുന്നില്ല. അന്ന് നിങ്ങളുടെ വാക്കുകൾക്ക് എന്ത് മധുരമായിരുന്നു. ചെയ്തതോ നിങ്ങൾക്ക് പിശാചിന്റെ മനസ്സാണ്. സുമതിയുടെ വാക്കുകൾ കുത്തിക്കയറുന്ന എന്റെ ഹൃദയത്തെയാണ്. രമേശിന് ഹൃദയമുണ്ടോ? സുമതി എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. തെറ്റെന്റേതാണല്ലോ. പക്ഷെ ഇനിയെങ്കിലും സുമതിയും കുഞ്ഞിനെ രക്ഷിക്കാൻ എന്നെ അനുവദിക്കൂ. സ്വന്തം രക്തത്തിൽ ജനിച്ച കുഞ്ഞിനെ കാണണമെന്ന് 7 കൊല്ലം വരെ തോന്നിയില്ലല്ലോ. സുമതി പ്ലീസ്. കോളേജിൽ പഠിച്ച് ഞാനിന്ന് ജീവിക്കാൻ കയറുപിരിക്കുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ എവിടെയെന്ന് ചോദിച്ച ബിന്ദുവിനെ നോക്കി ഞാൻ പൊട്ടിക്കരയാറുണ്ട്. രമേശിന് അറിയാമോ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഉപദ്രവിക്കാതെ പോകൂ, ദയവ് ചെയ്ത് പോകൂ. മുതലാളി എന്തിനാ വിളിപ്പിച്ചത്? ഒരു കല്യാണക്കാര്യം പറയാൻ. ആരുടെ? നിന്റെ. എന്റെയോ? അതെ. ആരുമായിട്ട്? അത് പറയാറായിട്ടില്ല.